താങ്ക് യു. എല്ലാ ആണുങ്ങളും ഒരുപോലെയാ റോസ്. ആദ്യത്തെ ഒരു ആവശ്യമേ അത് കഴിഞ്ഞാൽ പിന്നെ. പക്ഷെ എനിക്ക് അയാളെ വെറുക്കാൻ പറ്റില്ല. എപ്പോഴും ഞാൻ ചോദിക്കണമെന്ന് വിചാരിക്കാറുണ്ട്, നിങ്ങളെങ്ങനെ കണ്ടുമുട്ടിയത്? മീൻസ് ഇതൊരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആയിരുന്നോ? അങ്ങനെയല്ല, ആദ്യം കാണുമ്പോൾ പേടിയായിരുന്നു. അതെന്താ? ഞാൻ ആരുമായിട്ട് ഷെയർ ചെയ്തിട്ടില്ല. ടോണി എന്നെ എയർപോർട്ടിൽ വെച്ച് ഡ്രഗ്സുമായിട്ട് അറസ്റ്റ് ചെയ്യുമായിരുന്നു. ഓ മൈ ഗോഡ്, ഇതൊക്കെ നേരാണോ? എന്നിട്ട് പിന്നെ? ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് എൻ്റെ ഫീസ് അടയ്ക്കാൻ പറ്റുന്നില്ലായിരുന്നു. സോ ഞാൻ ഓൺലൈനിലൊരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചു. ഓൺലൈനിൽ ഞാനൊരു സ്ത്രീയെ പരിചയപ്പെട്ടു. അവരെന്നോട് പറഞ്ഞു, ഇവിടെ വന്നു കഴിഞ്ഞാൽ ക്ലോത്ത്സ് ബൈ ചെയ്യാം, അങ്ങനെ ഓൺലൈനിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, അങ്ങനെ ഓൺലൈനിലൂടെ ജർമ്മനിയിൽ എനിക്ക് ക്ലോത്ത്സ് വിൽക്കാൻ സാധിക്കുമെന്ന്. അവൾ കൊച്ചിയിലുള്ള സപ്ലൈസിനെ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പ് അവളുടെ ഒരു ഫ്രണ്ട് ഒരു ഹാൻഡ് ബാഗ് ഏൽപ്പിക്കുമെന്നും ഞാനത് കൊച്ചിയിൽ എത്തിക്കണമെന്നും പറഞ്ഞു. ഞാൻ വേറൊന്നും ചിന്തിച്ചില്ല. അങ്ങനെ ഞാനത് കൊണ്ടുവരാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ കൊച്ചിയിൽ ലാൻഡ് ചെയ്തു. കസ്റ്റംസ് എൻ്റെ ബാഗിൽ നിന്ന് ഡ്രഗ്സ് പിടിച്ചു. ഞാൻ അറസ്റ്റിലായി. അങ്ങനെ വാസ്കോയുടെ കസ്റ്റഡിയിലുമായി. ഇപ്പോഴും ഞാൻ തന്നെ ഒഫീഷ്യലായി കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. അതുകൊണ്ട് ഇപ്പം നീ ഉള്ള കാര്യം തുറന്നു പറഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ തന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. എന്നെ വിശ്വസിക്കൂ സാർ, ഞാൻ നിരപരാധിയാണ്. ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല സാർ. എനിക്കറിയില്ല ഇതൊക്കെ എങ്ങനെ എൻ്റെ ബാഗിൽ വന്നു എന്ന്. നിന്റെ പേരെന്താ? റോസ്. നീ എവിടെന്നാ? ജർമ്മനി. വേറെ ജർമ്മനി? ബെർലിൻ. ഓക്കെ. ജർമ്മനിൽ എന്ത് ചെയ്യുന്നു? പഠിക്കുക, യൂണിവേഴ്സിറ്റിയിൽ. നീ അവിടെ യൂണി? സോ നീ ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം? എനിക്ക് ഫീസ് അടയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു സ്റ്റുഡൻ്റ് ആണെന്ന്, യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന. ഓ അത് ശരി. സോ നിനക്ക് ഫീസ് അഫോർഡ് ചെയ്യാൻ പറ്റിയില്ല യൂണിയിൽ. ആൻഡ് യു ഡിസൈഡഡ് ടു സെൽ ഡ്രഗ്സ്? നോ. വാവ്. ഞാൻ അത് പിന്നെ ഞാൻ ഓൺലൈനിൽ ഒരു ലേഡിയെ പരിചയപ്പെട്ടു. അവരെന്നെ ഓൺലൈനിൽ ക്ലോത്ത്സ് വിൽക്കാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു. അവരെന്നെ ഹോൾസെയിൽ സപ്ലയേഴ്സിനെ പരിചയപ്പെടുത്തി തരാന്ന് പറഞ്ഞു. അങ്ങനെയാ. ഓക്കെ. ടു ബൈ ക്ലോത്ത്സ്. നീ ഇവിടെ ഇന്ത്യയിൽ വന്നു ക്ലോത്ത്സ് വാങ്ങിക്കാൻ? യെസ്. ഇതിലും വലിയ കഥകൾ എത്രയോ കേട്ടിരിക്കുന്നു ഞാൻ. ചെയ്യില്ല, എന്നെ വിശ്വസിക്കൂ സർ. പ്ലീസ് സർ. ഇതൊക്കെ എങ്ങനെയാ എന്റെ ബാഗിൽ വന്നതെന്ന് എനിക്ക് അറിയില്ല സർ. ഞാനൊരു യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റാ. എനിക്ക് എങ്ങനെയെങ്കിലും അത് ഫിനിഷ് ചെയ്താൽ മതി സർ. സോ നീ ഇവിടെ വന്നത് പെണ്ണിനെ കാണും ഇന്ത്യയിലേക്ക്. അവൾ പറഞ്ഞു സപ്ലയേഴ്സിന്റെ ഡീറ്റെയിൽസ് തരാം. ഈ പെണ്ണാരാണ്? അവളുടെ പേര് സൂസൻ. അവളുമായിട്ടുള്ള ചാറ്റ് ഹിസ്റ്ററി ഉണ്ട് എന്റെ വാട്സപ്പിൽ. അവള് പറഞ്ഞു ഇവിടെ വരുമ്പോ വിളിക്കണമെന്ന്. സോ പിന്നെ അവളെന്താ പറയാഞ്ഞേ നിന്നെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യാൻ? എനിക്കറിയില്ല. ഇവിടെ വരുമ്പോ വിളിക്കണമെന്നും വിളിക്കുമ്പോ ഹോട്ടലിന്റെ അഡ്രസ്സ് പറഞ്ഞു തരാമെന്നും അവിടെ വെച്ച് സപ്ലയേഴ്സിനെ പരിചയപ്പെടുത്തി തരാമെന്നും അവർ പറഞ്ഞിരുന്നു. നമുക്ക് ആദ്യം മീറ്റ് ചെയ്തിട്ട് സപ്ലയേഴ്സിനെ കാണിച്ചു തരാമെന്നാ പറഞ്ഞത്. ഓക്കെ. ഡു വൺ തിങ്, മൊബൈൽ എടുക്ക്, എന്നിട്ട് അവളെ വിളിക്കുക. ഓക്കെ ഓക്കെ. കോൾ ചെയ്യ്. എന്നിട്ട് അവളോട് പറ നീ ഇവിടെ സേഫായിട്ട് ലാൻഡ് ചെയ്തു. ഹായ്, റോസാണ്.
ഞാനിവിടെ എത്തി. എവറിത്തിങ് ഈസ് ഫൈൻ. നമുക്ക് എവിടെ കാണാം? ഓക്കെ ഓക്കെ, താങ്ക് യു. സീ യു. ഓക്കെ. അവളൊരു ഹോട്ടലിലാണ്. ഹോട്ടലിൻ്റെ പേര് സീ സൈഡ്. ഓക്കെ, ഓക്കെ. ലെറ്റ്സ് ഗോ.